സുമാറിനെ ഞാൻ പരിചയപ്പെടുന്ന പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ആ പുത്തുമലയ്ക്ക് മുകളിലുള്ള അട്ടമലയിലെ വാർഡ് മെമ്പറാണ് ഇപ്പൊ സുകുമാരൻ. സുമാരൻ ഒരു രേഖകളും ഇല്ലാതെ ഇപ്പൊ നിൽക്കുകയാണ്. തീർച്ചയായും ഒരു രേഖ പോലും എൻ്റെ കയ്യിലില്ല. എല്ലാ രേഖകളും, ഞാനിപ്പോൾ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഇപ്പോൾ പുറത്ത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താ പറയുക, വാക്കുകളില്ല. കട പോയി, എൻ്റെ തറവാട് പോയി. ഭാഗ്യത്തിന് തലനാരി അഴിക്കെ തറവാട്ടിലുള്ള എൻ്റെ അമ്മായിയും എനിക്ക് വൈകിട്ട് 9 മണിയോടുകൂടി ഞാൻ എൻ്റെ വീട്ടിൽ കൊടുന്ന് കിടത്താൻ എനിക്ക് കഴിഞ്ഞു. അവിടെ എല്ലാവരെയും പോയിട്ട് വിവരം അറിയിച്ച് മാറണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പരമാവധി ആൾക്കാരോട്, ഇത് രാവിലെ മുതലേ മഴ കാണുമ്പോൾ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ലക്ഷണം മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ പുഴയൊക്കെ നമ്മൾ വീതി കൂട്ടിയപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ഭയാനകമായ ഒരു അപകടം തീരെ പ്രതീക്ഷിച്ചില്ല. അതാണ് എൻ്റെ ഒരു സത്യം. ഇന്ന് മുഴുവൻ ഒരു പേടിപ്പിക്കുന്ന അവസ്ഥ. ഏറ്റവും കൂടുതൽ മഴ പെയ്ത ദിവസമായിരുന്നു അന്ന്. തലേ ദിവസം തന്നെ നമുക്കൊരു മഴയുടെ സൂചന തന്നിരുന്നു. പിറ്റേന്നാണ് നമുക്ക് തിങ്കളാഴ്ച ആ ഒരു സമയത്ത് മഴ കൂടി വരുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അവിടെ കോഴിക്കോട് പഠിക്കുന്നത്. കാലത്ത് കോഴിക്കോട് ബസ് കിട്ടാൻ വേണ്ടി, നമുക്ക് കാലത്ത് അവിടുന്ന് ബസ്സില്ലല്ലോ. അത് രാവിലെ ഒരു 5 മണിക്ക് കോഴിക്കോട് ബസ് കിട്ടി 8:30 ഒരു ക്ലാസ് തുടങ്ങും. ഞാൻ കാലത്ത് വരുമ്പോഴത്തേന് അതിശക്തമായ മഴ, എൻ്റെ വീട് മുതൽ മീനാക്ഷി വരെ. അത് മോളെ തിരിച്ചുകൊണ്ട് കൽപ്പറ്റ വിട്ടു. അപ്പോൾ മീനാക്ഷി കഴിഞ്ഞ് കൽപ്പറ്റയിൽ പിന്നെ മഴയല്ല. അതിൻ്റെ ശേഷം ഞാൻ മോളെ കൊണ്ടുപോയിട്ട് 6 മണി കഴിഞ്ഞ് ഞാൻ അവിടെ തിരിച്ചു പോയപ്പോൾ മീനാക്ഷി എത്തുന്നവരെ മഴയല്ല. അവിടുന്ന് അങ്ങോട്ട് അതിലും വലിയ രൂക്ഷമായ മഴ വന്നിരുന്നു. അപ്പം തന്നെ മനസ്സിനുള്ളിൽ നമുക്ക് അറിയാമല്ലോ, പണ്ട് നമ്മുടെ നാടെന്ന് പറയുന്നത് 6 മാസം മഴയും 6 മാസം വെയിലായിരുന്നു. ഇന്ന് ആ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. പുത്തുമല ദുരന്തം വന്ന് കഴിഞ്ഞ ശേഷം ആ പ്രദേശത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഇപ്പം മഴയെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കട ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എങ്ങനെ സാർ പറയാ, നമുക്ക് വാക്കുകളിന് അതീതമായിട്ടാണ്. ശരിക്കും എൻ്റെ പ്രദേശത്ത് തന്നെ എനിക്ക് കുറേ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മുണ്ടക്കൈ കഴിഞ്ഞ് പിന്നെ ചൂരമല കഴിഞ്ഞിട്ടാണ് അട്ടമല വരുന്നത്. ഞങ്ങൾക്ക് വാർഡ് മെമ്പർമാർക്കും അത് പ്രാദേശിക തലത്തിലൊക്കെ നമ്മൾ വാർഡ് തല ഗ്രൂപ്പ് ഉണ്ടാക്കും നമ്മൾ പൊതു വിഷയങ്ങൾ അറിയാൻ, ജനങ്ങളെ വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൗദ പറഞ്ഞ പിന്നെ കുട്ടി 12ാം വാർഡിലാണ് സ്കൂളിൻ്റെ അപ്പുറം താമസിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുന്നു. അപ്പം അപ്പുറത്ത് പോയി താമസിക്കുമ്പോൾ അവൾ ഒരു 1:50, ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട് തോന്നുന്നുണ്ട്, 1:50 1:53 തോന്നുന്നുണ്ട്. അവള് പിന്നെ ഗ്രൂപ്പിൽ വന്നിട്ട്, സുഖേട്ടാ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്ത്, സുഖേട്ടാ ഞങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല, വീടിൻ്റെ ചുറ്റും ചളിയും കാര്യങ്ങളാണ്, ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, സുഖേട്ടാ ഒന്ന് രക്ഷപ്പെടുത്ത് ആർത്ത് വിളിക്കണ്ടായിരുന്നു. അതിനു മുമ്പ് ഒന്ന് പറയാം, എന്ത് ഭാഗ്യത്തിന് എന്നെ വിളിച്ചു തരുന്ന പറഞ്ഞു കുട്ടി പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള വലിയ കുഴപ്പമില്ലാതെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അവളെ കൊണ്ട് എനിക്കൊരു നേട്ടം, ഇത് പറയേണ്ടതിൽ ഞാനിത് കേട്ട അവിടെ പുറത്തിറങ്ങിയിട്ട് ഞാൻ ടെറസിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ എന്താ സാർ പറയുക, ഒരു വലിയൊരു നമ്മൾ അത്രമാത്രം മണ്ണും ചളിയും ഒഴുകി വരും, നമ്മൾ അറിയുന്നില്ല. അപ്പം തന്നെ ഞാൻ ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളും, കുറേ പേര് എൻ്റെ പരിസരത്തിൽ പുഴയോട് താമസിക്കുന്ന 10-50ഓളം വീടുകാർ അപ്പം തന്നെ എല്ലാവരും റോഡിലേക്ക് വീഴുന്നു. അവരൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് മിസ്സായിട്ടുള്ള എൻ്റെ വാർഡിലെ 4-5ഓളം ബോഡികൾ കിട്ടി. അതിൽ 8ഓളം പേരെ തിരയാനുണ്ട്. അത് അവർക്ക് എനിക്ക് മെസ്സേജ് എത്തിക്കാനില്ല. അപ്പോഴേക്കും വെള്ളം അവരെ തൂത്ത് കൊണ്ടുപോയി. അതുകൊണ്ട് ബാക്കി വീടുകൾ കംപ്ലീറ്റ് മുണ്ടക്കായിൽ നിന്ന് അവിടെ നമ്മൾ ഈ പുഴ പോകുന്നത് എൻ്റെ പറമ്പിൻ്റെ, നമ്മളെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ സൂചിപ്പാറയിൽ പോയി സൂചിപ്പാറ പുന്നപ്പുഴ ചാലിയാറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് വരുന്നത് എവിടുന്ന ഇടിഞ്ഞ ഭാഗത്തുനിന്ന് വരുന്നത്. മുണ്ടക്കൈ വെള്ളരിപ്പാറ പുഞ്ചിരിമട്ടം കഴിഞ്ഞിട്ട് മുണ്ടക്കൈ ടൗൺ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാക്ടറിൻ്റെ ഭാഗമാണ് പിന്നെ ചൂരമല ഭാഗം. അങ്ങനെ വന്നിട്ടാണ് അമ്പലം. ഇപ്പം നമ്മൾ പാലം പോയത് കണ്ടല്ലോ, പാലം പോയി കണ്ടപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വേർതിരിയുക ചൂരമലയ്ക്കും അട്ടമലയ്ക്കും. അപ്പോൾ അത്രയും ഒരു വരേണ്ട ഒരു ചെറിയൊരു താമസം കൊണ്ട് നമ്മളെ കുറേ ആൾക്കാരെ നമുക്ക് അന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിലും അതുമായി ബന്ധപ്പെട്ട അവസാനം ഐഡന്റിഫൈ ചെയ്തത് നിങ്ങളായിരുന്നു. കുറേ ആൾക്കാരെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്താ രാവിലെ മുതൽ വൈകുന്നേരം ഞാനൊരു മെമ്പർ എന്നുള്ള ഉപരി ആ പ്രദേശത്തിൽ എല്ലാവരും എന്നെ നന്നായിട്ട് അറിയും. 4 വാർഡിലുള്ള ആൾക്കാരെ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. അവരെ എനിക്ക് ഫേസ് കണ്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾക്കും എന്തൊക്കെ റാശുണ്ട്, എന്തൊക്കെ മുഴകളുണ്ട്, എന്തൊക്കെ കയ്യിലുണ്ട് ഒക്കെ തിരിച്ചറിയാൻ എനിക്ക് കഴിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ പറയുന്ന ബോഡികൾ കിട്ടുമ്പോൾ ഇവരാരും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്.
ഇന്നലത്തെ കണക്ക് നമുക്കറിയാം. മേപ്പാടി പഞ്ചായത്തിൽ ഇന്നലെ വൈകുന്നേരം കണക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ വാർഡും പറയുന്നുണ്ട് 189 ബോഡിയും അതുപോലെ തന്നെ 68 പേരുടെ അവശേഷങ്ങളാണ് നമുക്ക് കിട്ടി. നമുക്ക് സാർ അത് എണ്ണി പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എണ്ണാൻ പറയാൻ കഴിയില്ല. അതിപ്പോൾ ഞാൻ മുണ്ടൊക്കെ എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തായ മൻസൂർ, അവരുടെ കുടുംബത്തിലൊക്കെ ആൾ പോയതാണ്. അദ്ദേഹത്തെ ഞാൻ വെറുതെ ചോദിച്ചു, മൻസൂറെ ഞാൻ ചോദിക്കുന്നത് ശരിയില്ല, എങ്കിലും നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, ഇനി നമുക്ക് മുണ്ടക്കായ് ഭാഗത്തുനിന്ന് എന്താ സ്ഥിതി? ഇപ്പോൾ മരണം നമ്മൾ കുറേ കണ്ടു, കുറേ പേരെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്താ മൻസൂറോട് എന്താ സുഖോട്ട, ഇനിയൊരു 400 പേരെങ്കിലും അവിടുന്ന് കിട്ടാൻ മുണ്ടക്കായ് ഒരു പ്രദേശം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാണ് ചൂരമല വരേണ്ടത്, അത് കഴിഞ്ഞാണ് അട്ടമല ഭാഗം. എന്താ സാർ പറയാ, വൈകിട്ട് 9 മണിക്ക് 8 മണിക്ക് അദ്ദേഹം കട അടയ്ക്കലും തുറക്കലൊക്കെ, ഞാൻ മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹമാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാറ്, മൊത്തം അദ്ദേഹമാണ് ചെയ്യാറ്. അദ്ദേഹം ഒരു 9-10 മണിക്ക് എന്നോട് വിളിച്ചു, എടാ അവിടെ സൂക്ഷിച്ചിരിക്കണം, വലിയ മലയിൽ ഭയങ്കര മഴയാ വരുന്നത്, പറ്റിയില്ലെങ്കിൽ അങ്ങോട്ടങ്ങോട്ടൊക്കെ മാറിക്കോന്ന് എന്നെ പറഞ്ഞവന്. ഈ 1:30ക്ക് ഈ പറഞ്ഞ ശേഷം ഞാൻ അവന്റെ കോള് നിരന്തരം വിളിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സൗദ എന്നോട് പറഞ്ഞ ശേഷം അദ്ദേഹത്തെ നിരന്തരം വിളിക്കുന്നു. എൻ്റെ ജീവനാണ് അവൻ, എൻ്റെ ഒരു ഭാഗ പോയത്. നസീർ പോയി, നസീറിന്റെ ഭാഗം രജി പോയി, 2 മക്കൾ പോയി, നസീറിന്റെ ഉമ്മ പോയി, വാപ്പ പോയി. നസീർ ഉമ്മയും വാപ്പയും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അവര് അവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് നസീർ അവരും കൊണ്ട് നസീറിന്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ എത്ര എൻ്റെ സുഹൃത്തുക്കൾ, അപ്പന, സിദ്ധരാജു, ശിവണ്ണൻ, ഗുരുമല്ലൻ, പേര് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ചാനൽ കാണുമ്പോൾ വിഷമിക്കേണ്ട പറഞ്ഞുകൊണ്ടാണ് ഞാൻ പല ആൾക്കാരുകളും പേര് പറയാത്തത്. എന്തിനാ സാർ ഇന്ന് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നാട്? ഇന്നൊരു സ്വപ്നം കാണൂ. എത്ര നല്ല കാലാവസ്ഥയാണെങ്കിലും, എത്ര വെയിലാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഈ പറയുന്ന പോലെ തന്നെ പുതപ്പില്ലാണ്ട് കിടക്കാനില്ല. എത്ര വെയിലാണ്. ഫ്രിഡ്ജ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല, ഫാൻ ഉപയോഗിക്കാറില്ല, AC ഉപയോഗിക്കാറില്ല. അത്രയും AC ക്ലൈമറ്റുള്ള ഒരു പ്രദേശമാണ് നമ്മളെ പ്രദേശം. ലോകത്തെ ഏറ്റവും, ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, ഒരുപാട് അവിടെ റിസോർട്ടുകളൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. ഏറ്റവും മനോഹരമായൊരു പ്രദേശം, ആ പ്രദേശമാണ് ഇല്ലാതായത്. സുഖു പകുതിയെ പറഞ്ഞു കേട്ടുള്ളൂ. രേഖകളൊക്കെ നഷ്ടമായിരുന്നതിനപ്പുറത്ത് മുഴുവൻ ജീവിതവും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര അനിശ്ചിതത്വത്തിലേക്ക് ചെന്ന് വീണ ആളുകളാണ് അവിടെയുള്ളത്.